ഇന്ന് നമ്മൾ റെഡിയാക്കാനായിട്ട് പോകുന്നത് ഒരു തമിഴ്നാട് സ്റ്റൈൽ ചിക്കൻ ബിരിയാണിയാണ്. അതിനുവേണ്ടി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ബൂസ്റ്റഡ് റൈസ് ആണ്. അപ്പോൾ ഇതൊന്ന് അരമണിക്കൂർ കുതിരാനായിട്ട് നമുക്ക് വെക്കാം. ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മുടെ ചിക്കൻ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള ചിക്കനാണ്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ചിക്കൻ മസാല, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് ഉപ്പാണ്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ മല്ലിയിലയും പുതിനയിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുക. ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 3 സവാള അരിഞ്ഞത്, 3 തക്കാളി അരിഞ്ഞത്, 5 പച്ചമുളക് കീറിയത്, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയുമാണ്. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കണം. അതിനുവേണ്ടി സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഗ്രാമ്പു, ഏലക്ക, പിന്നെ കുറച്ച് പെരിഞ്ജീരകമാണ്. ഇനി ഈ കൂട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള, തക്കാളി, പച്ചമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ കൂടെ നമ്മുടെ സവാളയൊക്കെ നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. പൊടി അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ മസാലയും കുറച്ച് മഞ്ഞപ്പൊടിയുമാണ്. അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ പൊടിയുടെ ഒരു കുത്തൽ മാറുന്ന വരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ എടുക്കുക. മാറ്റി വെച്ചാൽ നമ്മുടെ മസാല അതിൻ്റെ കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു ഗ്ലാസ് റൈസിന് 3 ഗ്ലാസ് വെള്ളം എന്ന അളവാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കനും മസാല എല്ലാം കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഓൾറെഡി ചിക്കനിലും അതുപോലെ തന്നെ നമ്മുടെ മസാലയിലും ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഉപ്പുണ്ടോ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മുമ്പേ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ബിരിയാണി റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് കുക്കർ അടച്ചു കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു വിസിൽ അടുപ്പിക്കാം. ഇതാണ് നമ്മുടെ ചിക്കൻ ബിരിയാണിയുടെ ലാസ്റ്റ് സ്റ്റെപ്പ്. 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. ഇതാണ് നമ്മുടെ തമിഴ്നാട് സ്റ്റൈൽ ചിക്കൻ ബിരിയാണി. ഇനി ഈ ബിരിയാണി ചൂടോടെ സെർവ് ചെയ്യാവുന്നതാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്